അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുണ്ട ഹൃദയം, ചളി കെട്ടിയ തലച്ചോർ വൃത്തിയാക്കി അതിൽ ഹിദായത്ത് ചൊരിയുകയും ജ്ഞാനം അരുളുകയും ചെയ്താൽ ആ മനുഷ്യൻ ആരാകുമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ ഖഅനബി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ ഖഅനബി ഭയങ്കര റൗഡിയായിരുന്നു, മദ്യപാനിയായിരുന്നു. തമ്മാടികളുടെ ഒരു കൂട്ടുകെട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഖഅനബിക്ക്. ഒരു ദിവസം തൻ്റെ കൂട്ടുകാരെ വെയിറ്റ് ചെയ്തിരിക്കുക, ചിലരെത്തിയിട്ടുണ്ട്, മദ്യമൊക്കെ റെഡിയാണ് ഒന്നിച്ച് കുടിക്കാനുള്ള. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസിൻ്റെ വിഷയത്തിൽ മുഅ്മിനീങ്ങളുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ശുഅബത്ത് ബിനുൽ ഹജ്ജാജ് വരുന്നത്. ശുഅബത്ത് ബിൻ ഹജ്ജാജ് വരെയാണ്. അപ്പോൾ ശുഅബത്ത് ബിനുൽ ഹജ്ജാജ് അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ്, അദ്ദേഹം ഷെയ്ഖാണ്. അദ്ദേഹത്തിന് കുറേ ശിഷ്യഗണങ്ങളുണ്ട്. ആ ശിഷ്യഗണങ്ങളിൽ ചിലർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അവർ അദ്ദേഹത്തോട് ഇൽമു ചോദിക്കുന്നു, ഹദീസ് ചോദിക്കുന്നു. അങ്ങനെ അദ്ദേഹം വരികയാണ്, സദസ്സിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അബ്ദുള്ള ഇബ്നു മസ്ലമ അത് കാണുന്നത്. അപ്പോൾ റൗഡിയല്ലേ, അപ്പോൾ ആരാണ് വരുന്നതെന്ന് ചോദിച്ച് തൻ്റെ കൂട്ടുകാരോട്. അപ്പോൾ അത് ശുഅബത്ത് ബിനുൽ ഹജ്ജാജാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആരായി ശുഅബത്ത് ബിനുൽ ഹജ്ജാജ്? ഹദീസ് പണ്ഡിതനാണ്, വിജ്ഞാന കുതുകിയാണ്, അറിയപ്പെട്ട ഷെയ്ഖാണ്. അപ്പോൾ അബ്ദുള്ള ഇബ്നുൽ മസ്ലമ എന്ത് ചെയ്ത് തൻ്റെ വീട്ടിൽ നിന്ന് ആടിപ്പാടി ഇറങ്ങി ഈ ശുഅബത്ത് ബിൻ ഹജ്ജാജിൻ്റെ പോയിട്ട് കഴുത്തിന് പിടിച്ചു. എന്നിട്ട് പറയാം, ഷെയ്ഖ് ഇമാമാണ്. എന്നിട്ട് പറയാണ്, ഒരു ഹദീസ് പറഞ്ഞു തരണമെന്ന്. ഹദീസ് പറഞ്ഞു തരണം. ഈ മദ്യം മണക്കണ കോലാണെങ്കിലോ, ഈ അന്ന് ഖഅനബി എടുത്തിട്ടുള്ളത് ഒരു ചുവന്ന തുണിയാണെന്നാണ്, ചുവന്ന വസ്ത്രം ധരിച്ചിട്ടുള്ളത്. ആണുങ്ങൾക്ക് തനി ചുവപ്പ് പാടില്ല, അങ്ങനത്തെ ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇമാം ശുഅബ് ഇങ്ങനെ നോക്കി, ആകെ വൃത്തികെട്ട രൂപം ഇക്കോലത്തിൽ. അപ്പോൾ ഇമാം ശുഅബ പറഞ്ഞ്, ഹദീസ് പഠിക്കേണ്ട ആളല്ല നീ, ഹദീസ് പറഞ്ഞു തരേണ്ട ആളുമല്ല നീ, പോകാൻ പറഞ്ഞു. പശുക്കൾക്ക് മുമ്പിൽ മുത്ത് വിതറിയിട്ടുണ്ടെങ്കിൽ എന്താ ഫലം? പോകാൻ പറഞ്ഞു. അപ്പോൾ അബ്ദുള്ള ഇബ്നു മസ്ലമ എന്ത് ചെയ്തു? ഈ ഖഅനബി കത്തിയെടുത്ത് ചൂണ്ടി. അപ്പോൾ നല്ല ഉഷാറാളാണ്, കത്തിയെടുത്ത് ചൂണ്ടി. ഇപ്പോൾ പറയണമെന്നാണ് ഹദീസ്. അപ്പോൾ ഇമാം ശുഅബത്ത് ബിൻ ഹജ്ജാജ് എന്ത് ചെയ്തു? ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. ഏതാ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. എന്താ ഇതിൻ്റെ അർത്ഥം? ലജ്ജ ഇല്ലെങ്കിൽ വേണ്ടത് ചെയ്തോ, അതാണ്. ലജ്ജ ഇല്ലാത്തവന് വേണ്ടത് ചെയ്യാം, ഇതാണ് ഹദീസിൻ്റെ ആശയം, പൊരുൾ. ആ ഹദീസ് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഖഅനബി എന്ത് ചെയ്ത്? ശുഅബൻ്റെ പിടുത്തം വിട്ട്, കത്തിയതായിട്ട് പിടുത്തം വിട്ടിട്ട് എന്ത് ചെയ്ത്? ബാക്കോട്ട് പോയി. അയാൾക്ക് അത് നല്ല മനസ്സിൽ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു തിരുമൊഴിയാണ് കേട്ടത്, ലജ്ജ ഇല്ലാത്തവന് ഇഷ്ടമുള്ളത് ചെയ്യാം. മനസ്സിലല്ലേ? അതോടുകൂടി ശുഅബ പിൻവാങ്ങി. നോക്കണം നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കയ്യിലെടുത്താൽ ആ മനുഷ്യനുണ്ടാകുന്ന നിഅമത്തുർ റഹ്മത്തുർ. ഈ ഖഅനബി എന്ത് ചെയ്ത്? അവിടെ നിന്ന് മടങ്ങി വന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെ തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയില്ല. ഉമ്മനോടും തൻ്റെ സഹോദരനുണ്ട് വീട്ടിൽ, അവരോടും പറഞ്ഞ് കൂട്ടുകാരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞു. മദ്യം ചിന്താൻ പറഞ്ഞു. കൂട്ടുകാരോട് പോകാൻ പറഞ്ഞു. ഇനി ഇന്നെ കാണണ്ട, ഇന്നെ കാത്തുക്കും വേണ്ട, പോകാൻ പറഞ്ഞു. ഉമ്മനോട് പറഞ്ഞു, ഉമ്മ എൻ്റെ എഴുത്ത് പലകി എടുത്തു തരാൻ പറഞ്ഞു. അതെടുത്തിട്ട് പിന്നെ അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ ഖഅനബി അവിടെ നിന്നില്ല, നേരെ മദീനയിലേക്ക് പോയി. അങ്ങനെ മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിജ്ഞാന സദസ്സിൽ ഒരു ശിഷ്യനായിട്ട് ജീവിച്ചു. ഈ അബ്ദുള്ള ഇബ്നു മസ്ലമയുടെ മനസ്സിൽ ശുഅബത്ത് ബിൻ ഹജ്ജാജാണ് ലക്ഷ്യം. അങ്ങനെ ശുഅബയിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ ഖഅനബി തത്രപ്പെട്ട് വീണ്ടും കൂഫയിലെത്തിയ ചരിത്രം കാണാം. പക്ഷേ ശുഅബയെ വീണ്ടും ഒരിക്കൽ മുഖം കാണുന്നതിന് മുമ്പ് ഇമാം ശുഅബ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടു. ഇദ്ദേഹം കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ആ വ്യക്തി മരണപ്പെട്ടു. വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തോട് ഒരു മാപ്പ് ചോദിക്കുവാനും അദ്ദേഹത്തിന് കൂടുതൽ ഇനി പഠിക്കാനും വേണ്ടിയിട്ടാണ് അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ ഖഅനബി ചെല്ലുന്നത്. പക്ഷെ അതിനു മുമ്പ് ഇമാം ശുഅബ മരണപ്പെട്ടു. അത് ഇദ്ദേഹത്തിന് മറ്റൊരു ഷോക്കായി ഖഅനബിക്ക്. പക്ഷേ ഖഅനബി ഇമാം മാലിക് ബിൻ അനസിൻ്റെ ശിഷ്യനായിട്ട് മദീനയിൽ വളർന്നു, ജീവിച്ചു, പഠിച്ചു, വളർന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രബല ശിഷ്യനാണ് ആര്? ഇമാം അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ ഖഅനബി. ഇമാം മാലിക്കിൻ്റെ മുവത്ത മനപ്പാടമാക്കിയ പണ്ഡിതൻ. ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ ഇമാം അബൂ ഹാത്തിം റാസി അബ്ദുള്ള അൽ മസ്ലമ അൽ ഖഅനബിയെ മുഖം കാണിച്ച് അബൂ ഹാത്തിം പറയാണ്, സിഖത്തുൻ ഹുജ്ജ, അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ ഖഅനബി വിശ്വസ്തനാണ്, ഹുജ്ജത്ത് തെളിവാണ്. ലം അറ അഖ്ശഅ മിൻഹു, അദ്ദേഹത്തോളം അള്ളാഹുവിൽ പേടിയുള്ള ഖുശൂഉള്ള ഭക്തനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരെക്കുറിച്ചായി പറയണത്? ഈ കത്തി ഓങ്ങിയ ഈ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തോളം ഖുശൂഉള്ള ഒരു മനുഷ്യനെ, ഭക്തിയുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്നാണ്.
കായനബി ഒരു സദസ്സിലൂടെ പോകുകയാണെങ്കിൽ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ എടുക്കുമായിരുന്നു. അദ്ദേഹത്തെ കണ്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമായിരുന്നതാണ്. കാരണം അത്രമാത്രം അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് എന്ത് ചെയ്തു? ആര് മാറി? അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ കായനബി മാറി. ആദ്യം അദ്ദേഹത്തെ കണ്ട കള്ള ഓർമ്മ വരിക, റൗഡിത്തര ഓർമ്മ വരിക. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തെ കണ്ടാൽ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഓർക്കുമാർ. ആ വ്യക്തിത്വം അനുഗ്രഹീതമായി. എന്നിട്ട് അബൂ ഹാത്തിം പറയാണ്, ഒരു ദിവസം അബൂ ഹാത്തിം പറയാണ്, ഞങ്ങൾ ചെന്നിട്ട് കായനബിനോട് പറഞ്ഞ് മുവത്ത നിങ്ങൾ ഞങ്ങൾക്കൊന്ന് വായിച്ചു തരണം എന്ന് പറഞ്ഞു. മുവത്ത, ഇമാം മാലിക്കിൻ്റെ മുവത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം ഒന്ന് വായിച്ചു തരണം. അപ്പോൾ കായനബി പറഞ്ഞ്, എങ്കിൽ നിങ്ങൾ നാളെ പ്രഭാതത്തിൽ വരുന്നതാണ്, നാളെ രാവിലെ വരാൻ പറഞ്ഞു. അപ്പോൾ അബൂ ഹാത്തിമും ശിഷ്യന്മാരും പറഞ്ഞ് റഹ്മത്തുള്ളാഹി, അബൂ ഹാത്തിമും ശിഷ്യന്മാരും പറഞ്ഞ് രാവിലെ വരാൻ പറ്റൂല, ഞങ്ങൾക്ക് ഹജ്ജാജ് ഇബ്നു മിൻഹാലിൻ്റെ ക്ലാസ് ഉണ്ട്, മജ്ലിസ് ഉണ്ട്, അതുകൊണ്ട് രാവിലെ വരാൻ പറ്റൂല. അപ്പോൾ കായനബി പറഞ്ഞ ആ ക്ലാസ് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ അബൂ ഹാത്തിമും കൂട്ടരും പറഞ്ഞ്, ആ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മുസ്ലിം ഇബ്നു ഇബ്രാഹിമിൻ്റെ ക്ലാസ് ഉള്ളത്, ഹദീസിൽ ക്ലാസ്. അപ്പോൾ എന്നാൽ അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ ആ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അബൂ ഹുദൈഫ അന്നഹദിയുടെ ക്ലാസ്സിലേക്ക് പോകാറ്. അപ്പോൾ രാവിലെ മുതൽ അസർ വരെ വലിയ ഒഴിവില്ല, 3 ക്ലാസ്സാണ്. അപ്പോൾ എന്നാൽ കായനബി പറയണം അവരോട്, അബൂ ഹാത്തിമിനോട് പറയാണ്, എങ്കിൽ എന്നാൽ അസർ കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ഇവർ പറയണം, അബൂ ഹാത്തിമും കൂട്ടരും പറയണം, അപ്പോഴാണ് ഞങ്ങൾ ആരും അബൂ നുഅ്മാൻ്റെ ക്ലാസ്സിൽ പോകാറുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിസിയാണ്, 3-4 ക്ലാസ്സുകളാണ്. അപ്പോൾ പിന്നെ കായനബി സമയം കൊടുത്ത് രാത്രി വരാൻ. അങ്ങനെ അബൂ ഹാത്തിം പറയാണ്, രാത്രി കായനബി ഞങ്ങളുടെ അടുക്കലേക്ക് വരും. അങ്ങനെ കൊടിയ ചൂടുള്ള നാളിൽ അദ്ദേഹം ഞങ്ങൾക്ക് മുവത്ത പാരായണം ചെയ്തു തരുമായിരുന്നു എന്നാണ് കായനബിനെക്കുറിച്ച് ആര് പറയുന്നത്? ഇമാം അബൂ ഹാത്തിം പറയുന്നത്. ആര് ഈ അബൂ ഹാത്തിം? അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാലേക്കുട്ടി പറഞ്ഞത്. ആ ഒരു മനുഷ്യൻ വിജ്ഞാനത്തിൻ്റെ നിറകുടായി. ആളുകൾ അദ്ദേഹത്തെ കണ്ടാൽ ദിക്റുകളെ അനുസ്മരിക്കുമാർ. ആ മനുഷ്യൻ അനുഗ്രഹീതനായി. പണ്ഡിത കേസരികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു പണ്ഡിതനായിട്ട് വളർന്ന വിശ്വസ്ത റാവിയായി. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രബല ശിഷ്യന്മാരിൽ ഒരാളാണ് അബ്ദുള്ള ഇബ്നു മസ്ലമ അൽ കാനബി റഹ്മത്തുള്ളാഹി അലൈഹി. എന്തേ കാരണം? അള്ളാഹു കൽബ് തുറന്നു, അള്ളാഹു മനസ്സ് തുറന്നു, അള്ളാഹു ഹൃദയം തുറന്ന ആ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ നൂർ അള്ളാഹു അരുളിയാൽ, അള്ളാഹു അവൻ്റെ അറിവ് പകർന്നാൽ, തലച്ചോർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുദയാൽ നിറച്ചാൽ, അങ്ങനെ നടക്കുന്ന ഫത്താഹാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണ് ഏറ്റവും പ്രധാനം, അതാണ് ഏറ്റവും മുഖ്യമായി നമുക്ക് വേണ്ടതും. അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരി മിൻ റബ്ബിഹി ഫവൈലുൻ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി നെഞ്ച് അള്ളാഹു, ഒരു വ്യക്തിയുടെ നെഞ്ചിനെ അള്ളാഹു തുറന്നാൽ, വിശാലമാക്കിയാൽ, ഫഹുവ അലാ നൂരി മിൻ റബ്ബിഹി, ആ മനുഷ്യൻ തൻ്റെ റബ്ബിൽ നിന്നുള്ള പ്രകാശത്തിന്മേലാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനോട് മറ്റു മനുഷ്യർ അവിശ്വാസികൾ തുല്യമാകുക എന്നുള്ളത് ചോദിക്കണം. അള്ളാഹു നെഞ്ച് തുറന്ന് നെഞ്ച് വിശാലമാക്കി ഇസ്ലാമിന് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള നൂർ അള്ളാഹു സുബ്ഹാനഹു വ തആല അരുളിയിട്ടുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും നമുക്ക് അനിവാര്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സംഗതി. അള്ളാഹു ഹൃദയം തുറന്നിട്ടില്ല എങ്കിൽ, നെഞ്ച് വിശാലമാക്കിയിട്ടില്ല എങ്കിൽ ഹൃദയം കടുക്കും, മനസ്സിന് കട്ടി കൂടും. മനസ്സിന് കട്ടി കൂടി ഹൃദയം കടുത്താൽ ഫവൈലുൻ ലിൽ ഖാസിയത്തി ഖുലൂബുഹും, ഹൃദയങ്ങൾ കടുത്തവർക്ക് നാശം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവർ തികഞ്ഞ വഴികേടിലാണ് എന്ന് അള്ളാഹു വിധിക്കുകയാണ്.